നമസ്തേ ബാബാജി. നമ്മുടെ കണ്ഠര് രാജീവർ അദ്ദേഹത്തിൻ്റെ മകനായ ബ്രഹ്മദത്തന് ഇപ്പോഴത്തെ ശബരിമല തന്ത്രിയായി പ്രഖ്യാപിച്ചു. അതിൽ തന്ത്രിയുടെ മകൻ തന്നെ തന്ത്രിയായത് അത്തരം കാര്യത്തിൽ ബാബാജിക്ക് എന്തെങ്കിലും എതിർപ്പോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? ഏയ്, അതിപ്പോൾ ഈ ബ്രഹ്മദത്തൻ കണ്ഠര് ബ്രഹ്മദത്തൻ തന്ത്രിയായതിൽ അതിൽ അഭിപ്രായ വ്യത്യാസം വേണ്ട ഒരു ആവശ്യമില്ല. കാരണം സാധാരണ വ്യവസ്ഥയിൽ എങ്ങനെയാ വെച്ചാൽ ഒരു തന്ത്രിയുടെ മകൻ തന്ത്രിയാവുക എന്നുള്ളൊരു വ്യവസ്ഥ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഇവർ നമ്പൂതിരി സമ്പ്രദായം പിൻപറ്റുന്ന, കർണാടകയാണെങ്കിൽ പോലും നമ്പൂതിരി സമ്പ്രദായം പിൻപറ്റുന്ന ആളുകളാവുമ്പോൾ അങ്ങനെ നമ്പൂതിരിയുടെ മകൻ നമ്പൂതിരി വന്നതിലും നമുക്ക് യോജിപ്പൊന്നുമില്ല. ബ്രഹ്മദത്തൻ വെച്ചാൽ പിന്നെ ഈ തന്ത്രിയുടെ മകൻ തന്ത്രി എന്ന് പറയുമ്പോൾ മകൻ തന്ത്രിയാവുക എന്നുള്ളതല്ല, വൈദ്യരുടെ മകൻ വൈദ്യരാവുക, ഡോക്ടറുടെ മകൻ ഡോക്ടറാവുക എന്നല്ലല്ലോ. അവിടെ വെച്ചാൽ തന്ത്രിയുടെ ശിഷ്യനാണ് തന്ത്രിയാകേണ്ടത്. അത് മകൻ കൂടി ആകുമ്പോൾ കുറച്ചും കൂടിയും ശ്രേഷ്ഠമായി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് ബ്രഹ്മദത്തൻ തന്ത്രിയായതിൽ ഒരു വിയോജിപ്പില്ല. നമ്മളതിനെ പരിപൂർണമായിട്ടും ഈ ചോദ്യത്തിൻ്റെ അർത്ഥത്തിൽ നമ്മളതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ ബാബാജിയുടെ ഒരു പോസ്റ്റർ കാണാനിടയായി. അതിൽ ബാബാജിക്ക് എന്തോ ഇതിലൊരു വിയോജിപ്പ് ഉള്ളതായിട്ട് കണ്ടു. അതെന്താന്നുള്ളതൊന്ന് പറയാമോ? അതെന്താ വെച്ചാൽ ഇപ്പോൾ ബ്രഹ്മദത്തൻ തന്ത്രിയായി വരുമ്പോൾ ഈ പാരമ്പര്യക്രമം അനുസരിച്ചാണ് വരുന്നത്. ഇവിടെ ഈ തന്ത്രശാസ്ത്രത്തെ പ്രകാരം പറഞ്ഞു കഴിഞ്ഞു ശിഷ്യരാവണമെന്ന് പറഞ്ഞു. ബ്രഹ്മദത്തൻ തന്ത്രിയാവുന്ന സമയത്ത് അത് വലിയ വിവാദമാവാൻ കാരണം, മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വിവാദമാവാൻ കാരണം രാജീവർ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ രാജീവരുടെ പേരൊക്കെ വന്നാണ്. അപ്പോൾ അച്ഛൻ മോഷണം ചെയ്താലോ മോഷണത്തിന് കുറ്റാരോപിതനായാലോ അത് മക്കളെ ബാധിക്കണമെന്നോ മക്കളെ അതിൻ്റെ ടോർച്ചർ ചെയ്യണമെന്നോ അതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. പക്ഷെ മറിച്ച് അതിലൊരു സാഹചര്യമുള്ള സ്ഥിതിക്ക് അപ്പോൾ കോടതി ഇടപെട്ടിട്ടാണ് പറഞ്ഞത് ഈ ബ്രഹ്മദത്തൻ്റെ അറിവ് പരിശോധിച്ചിട്ട് മതി എന്നുള്ളത്. ബ്രഹ്മദത്തൻ്റെ അറിവ് പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അറിവ് പരിശോധിക്കേണ്ടത് ആരാണ്? ഒരു വിദഗ്ധ സമിതിയാണ്. ആ വിദഗ്ധ സമിതി നിശ്ചയിച്ചപ്പോൾ തന്ത്രി സമാജം എന്ന് പറഞ്ഞിട്ട് നമ്പൂതിരിമാരുടെ തന്ത്രിമാർ ഉൾക്കൊണ്ട ഒരു സംഘടനയിലെ ഈ കാളിദാസ് അക്കിരമൻ ഭട്ടേരിയെ പോലുള്ള 3 നമ്പൂതിരിമാരാണ് ഈ കണ്ഠരുടെ മകനെ ഇൻ്റർവ്യൂ നടത്തുന്നത്, യോഗ്യത നിശ്ചയിക്കുന്നത്. അതിനോടാണ് നമുക്ക് വിയോജിപ്പ്. കാരണം അതിൽ ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗം തന്നെയാണ് ദേവസ്വം ബോർഡ്. അങ്ങനെ വരുന്ന സമയത്ത് ആ ദേവസ്വം ബോർഡിൽ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും ശബരിമല എന്ന് പറയുന്നത് നമ്പൂതിരി സമുദായത്തിൻ്റെ മാത്രം, നമ്പൂതിരി സമുദായം കൂടുതൽ ആളുകൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ടോ പോലും സംശയമാണ് കാലാകാലങ്ങളായിട്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് തന്ത്രിയുടെ മകൻ തന്ത്രിയാവുന്ന നേരത്ത് വിഷയം എന്താ വെച്ചാൽ ബ്രഹ്മദത്തൻ LLBക്കൊക്കെ പഠിച്ച കുട്ടിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ബ്രഹ്മദത്തൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്ത്രമാണോ നമുക്ക് ആർക്കും അറിയില്ല. ഇനി അല്ല അദ്ദേഹം തന്ത്രശാസ്ത്രം പഠിച്ചിട്ടുണ്ടെന്ന് കരുതാം. മറ്റ് ശാന്തി നിയമനത്തിനൊക്കെ തന്നെ ശാന്തിക്കാർക്ക് യോഗ്യതയുണ്ടോ എന്ന് നിശ്ചയിക്കാൻ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവർ പഠിച്ചിട്ടുണ്ടായിരിക്കണം. പല ഡിമാൻഡുകളാണ് ദേവസ്വം ബോർഡുകളും റിക്രൂട്ട്മെൻറ്റ് ബോർഡൊക്കെ വയ്ക്കുന്നത്. ആ സമയത്ത് ഈ LLB കഴിഞ്ഞ് വരുന്ന കുട്ടി അല്ലെങ്കിൽ അച്ഛൻ്റെ ശിക്ഷണത്തിൽ വന്ന കുട്ടിക്ക് അറിവുണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്പൂതിരിമാർ മാത്രം നോക്കുന്നതുമ്പോൾ അത് സ്വജനപക്ഷപാതമാണ്. അവർ നോക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് തന്ത്രി സമാജത്തിൽ ഉൾപ്പെട്ട ആളായിരിക്കും ചിലപ്പോൾ ഈ രാജീവരൊക്കെ. അപ്പോൾ ആ ഒരു സംഘടനയിലെ ആൾക്കാർ തന്നെ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അല്ലെങ്കിൽ അത് അംഗീകരിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും തന്നെ സുതാര്യമായൊരു വ്യവസ്ഥയല്ല. സുതാര്യമായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലാവസ്ഥയിൽ പണ്ട് തൊട്ടേ ഇപ്പോൾ നമ്മളുടെയൊക്കെ തന്ത്രപാരമ്പര്യം തന്നെ നമ്മുടെ അപ്പരാപ്പന്മാരായിട്ട് തന്ത്രം ചെയ്യുന്നവരാണ്. ഈ നമ്പൂതിരി സമ്പ്രദായം മാത്രമാണ് തന്ത്രം തന്നത്തെ പ്രശ്നം. അപ്പോൾ തന്ത്രപാരമ്പര്യമുള്ള ഒട്ടേറെ സമുദായങ്ങൾ ഇവിടെ വേറെ തന്നെയുണ്ട്. അപ്പോൾ ഹിന്ദു എന്ന് വിളിക്കുന്നതും തന്നെ ഹിന്ദു ഒരു നമ്പൂതിരിയല്ല, നമ്പൂതിരി സംവിധാനമല്ല. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വ്യവസ്ഥാപിത കേരളീയ തന്ത്രം വെച്ച് നോക്കുമ്പോൾ ഈ വ്യത്യസ്ത സമുദായങ്ങൾ, ഇപ്പോൾ ഈഴവ സമുദായത്തിൽ തന്നെ പറവൂർ ശ്രീധരൻ തന്ത്രിയെ പോലെ, കാര്യമാത തന്ത്രിയെ പോലെ, രാകേഷ് തന്ത്രിയെ പോലെയുള്ള ആളുകളുണ്ട്. പട്ടിക വിഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഉൾപ്പെടുന്ന ആളുകൾ ദേവസ്വം പോലുള്ള ആളുകളാണ്, അപ്പോൾ തന്ത്രിമാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ വിളിച്ചില്ലെങ്കിൽ പോലും വിദഗ്ധരായിട്ടുള്ള മറ്റ് സമുദായത്തിലെ താന്ത്രിക പ്രതിനിധികളെ, അവിടെയാണ് ജനറൽ സമുദായങ്ങളിൽ നിന്നൊരാളും അതുപോലെ തന്നെ OBC നിന്നൊരാളും മറ്റ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൽ നിന്നൊരാളെ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു വ്യവസ്ഥയിൽ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ട് ബ്രഹ്മദത്തിനെ പരിശോധിക്കേണ്ടതായിരുന്നു. ഇതുണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്പൂതിരിയായിരിക്കുന്ന ഒരു വ്യക്തിയെ തന്ത്രിയായി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നിൽക്കുന്ന ഈ രാജ്യത്താണോ അതോ ഇന്നത്തെ സ്മൃതി നിയമങ്ങൾ പ്രകാരം ബ്രാഹ്മണൻ നീതി, ഇപ്പോൾ സ്വതവേ പറയും ബ്രാഹ്മണനാണ് നീതി വിധിക്കേണ്ടത്, അല്ലാണ്ട് മറ്റൊരു സമുദായക്കാർക്കും വർണ്ണക്കാർക്കും അധികാരമില്ല എന്ന് പറഞ്ഞ സ്മൃതികളൊക്കെ ഇവിടെയുണ്ട്. ആ വ്യവസ്ഥയിലാണോ പോകുന്നത്? അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നായർ കമ്മ്യൂണിറ്റിപ്പെട്ട ആളായിട്ടാണ് ഇതുവരെ അങ്ങനെ തന്നെ കാര്യമായിട്ട് നടക്കുന്നത്. എന്തായാലും ശരി, അങ്ങനെയുള്ള ആ ജനറൽ കാസ്റ്റിൽപ്പെട്ട ഒരാളാണെങ്കിലും ശരി, അവരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് സംവിധാനത്തിൽ മറ്റ് SC വിഭാഗത്തിലെ പ്രതിനിധികളുണ്ട് ദേവസ്വം ബോർഡിൽ, ഇവരൊക്കെ എന്ത് നോക്കിയിരിക്കുകയാണ്? അവിടെ കോടതിയാണെങ്കിൽ പോലും ഒരു പട്ടികജാതി SC ST ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അവിടെ ആളുകളെ ജോലിക്ക് നിയമിക്കുമ്പോൾ പട്ടികജാതിക്കാരെ മാത്രമാണ് നിയമിക്കുന്നത്. അതിന് സെലക്ഷനായിട്ടിരിക്കുന്ന ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകളൊക്കെ പട്ടികജാതിക്കാരാണോ? ഇനി ന്യൂനപക്ഷമാണെങ്കിൽ അങ്ങനെയാണോ? OBCക്കാർക്ക് അങ്ങനെയാണോ? ഇതൊന്നുമല്ലാതെ ദേവസ്വം ബോർഡ് ഇപ്പോഴും പരമ്പരാഗത ക്രമം വെച്ച് നമ്പൂതിരിമാരാണ് യോഗ്യത നിശ്ചയിക്കേണ്ടതെന്ന് പറയുന്നു. അത് സ്വജനപക്ഷപാതപരമായിട്ട് അതിനെ നിയമിക്കുകയും ചെയ്യും. അതിനോട് യോജിക്കാനാവില്ല. അങ്ങനെ ബ്രഹ്മദത്തിനോടൊരു പ്രശ്നമില്ല. ബ്രഹ്മദത്തിന് അറിവുണ്ട് എന്നുണ്ടെങ്കിൽ ബ്രഹ്മദത്തിന് തന്നെയാണത് കൊടുക്കേണ്ടതിനൊരു സംശയവുമില്ല. ഇനി അല്ല
നമ്പൂതിരിമാർക്ക് കൊടുക്കുന്നതിന് വിയോജിപ്പുണ്ടോ വെച്ചാൽ അതിന് വിരോധമില്ല. മലയരന്മാരുടെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു, ആ പറയപ്പെടുന്നു ചരിത്രപരമായിട്ട്, അതൊക്കെ ഓക്കെ, ഒക്കെ നമുക്ക് തള്ളിക്കാണും. പിന്നെ ഇപ്പോഴത്തെ കണ്ഠരാജീവരുടെ ഫാമിലിയാണ് ഇതിൻ്റെ പരമ്പരാഗത അവകാശം, തെറ്റാണ്. പക്ഷേ 100 വർഷത്തോളമായിട്ടേ ഉള്ളൂ അവരുടെ ഫാമിലി അത് ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഒരു പോറ്റിയാണ്. ചരിത്രം പറയുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും. പരശുരാമൻ കൊടുത്തതൊന്നുമല്ല, അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട ചരിത്രമാണ്. അതിൽ അംഗീകരിക്കാനും കഴിയില്ല. ഇനി അല്ല, ഇവരുടെ പാരമ്പര്യം തന്നെയാണെങ്കിൽ ഇപ്പോൾ മോഹൻ്റെ മകനായിട്ട് അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു മോഹനോ എന്താ പറഞ്ഞിട്ട് വേറൊരു കുട്ടി കഴിഞ്ഞ വിവാദത്തിലുണ്ടായിരുന്ന തന്ത്രിയുടെ മകനാണ്. വേറൊരു തന്ത്രി അവിടെ ഉണ്ട്. ഒരു ക്ഷേത്രത്തിൽ 2 തന്ത്രി വേണമെന്നൊന്നുമില്ല. അയാളിലാണ് തുടർന്ന് ഈ ബ്രഹ്മദത്തിന് അറിവില്ല എന്നുണ്ടെങ്കിൽ അയാൾ തുടർന്നാൽ മതിയല്ലോ. ഈ ഷെയർ ചെയ്യേണ്ടതൊന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗമല്ല, അതൊക്കെ ഒരു ഫാമിലി മാറ്ററാണ്. അത് കണ്ഠര് കുടുംബത്തിൻ്റെ ഫാമിലി മാറ്ററാണ്. അതല്ലെങ്കിൽ അയാൾക്ക് യോഗ്യതയില്ല. 2ാമതൊരു തന്ത്രി വേണമെങ്കിൽ നമ്പൂതിരി സമ്പ്രദായത്തിലും അല്ലാതെയുള്ള തന്ത്ര സമ്പ്രദായത്തിലും തന്ത്രം വെച്ച് കൈമാറാണ്ടൊരു പരിപാടിയുണ്ട്. തന്ത്രം വെച്ച് കൈമാറുക. അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള അറിവുള്ള ആളുകൾക്ക് വയ്ക്കുന്നതിന് നമുക്ക് വിരോധമില്ല. അറിവുണ്ടെന്ന് നോക്കുന്ന സമയത്തെ പക്ഷപാതം പറ്റില്ല. ഇപ്പോൾ ഈ കണ്ഠര് എന്താ ഇപ്പോൾ ഈ വിഷയത്തിൽ കാളിദാസ് അക്കീരമൻ ഭട്ടേരി അദ്ദേഹമൊക്കെ 24 ഉണ്ട് പറഞ്ഞിട്ട് കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാവുക എന്നുള്ളത്. ഇവരെ സംഘടനയിൽ തന്ത്രി സമാജത്തിൽ ഇതുവരെ നമ്പൂതിരിമാരില്ലാത്ത വേറെ ആരും തന്ത്രിമാരായിട്ടില്ല. അപ്പോൾ ഇത് കർമ്മബ്രാഹ്മണൻ അംഗീകരിക്കണ്ടേ? ഇനി ഇത് പോയി. അദ്ദേഹം അത്ര വലിയ കാര്യങ്ങളൊക്കെ വലിയ കൊട്ടിഘോഷിക്കുന്ന ചാനലിൽ എല്ലാവരും കണ്ടതാണല്ലോ. അദ്ദേഹമൊക്കെ ബ്രാഹ്മണൻ്റെ ലക്ഷണമാണ് സത്യവാൻ ബ്രാഹ്മണ എന്നാണത്. സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ കർമ്മബ്രാഹ്മണ്യാണെങ്കിൽ അല്ലെങ്കിൽ തന്ത്രശാസ്ത്രമാണെങ്കിൽ ഇങ്ങനെ നമ്മൾ 3 ആളിരുന്ന പറ്റില്ല, ഞാൻ ഒഴിയാണ് വേറൊരാളെ ഇരുത്തു എന്ന് പറയണ്ടേ, അതും ഉണ്ടായില്ല. അപ്പോൾ സുതാര്യമായ ഒരു നിയമനമല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ശബരിമല എന്ന് പറയുന്നത് ഭൂരിപക്ഷം വരുന്ന മറ്റ് ഹൈന്ദവരുടെ കൂടുതൽ ഭക്തരുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിൽ 10 ഗുരുസ്വാമിമാർ, തന്ത്രശാസ്ത്രം കഴിയുന്ന ഗുരുസ്വാമിമാരും ഉണ്ട്. പണ്ടത്തെ പോലെയൊന്നുമല്ല, കൃത്യമായി പൂജാവിധാനങ്ങൾ അറിയുന്ന വ്യവസ്ഥ അറിയുന്ന ആളുകളുണ്ട്. ശബരിമലയിൽ അതുകൊണ്ട് മലദൈവങ്ങൾ ഇത്യാദിക്കായിട്ട് മലയന്മാരെ ഉൾപ്പെടുത്തണം. ശബരിമല ദൈവങ്ങൾ ഇപ്പോൾ തന്ത്രിയുടെ അണ്ടല്ല വരുന്നത്. മലദൈവങ്ങളെ ഇയാളെങ്ങനെ പൂജിക്കുന്ന ഈ കാളിദാസ് അക്കീരമനും ഭട്ടേരിപ്പാടിനോ മറ്റ് 2 നമ്പൂതിരിമാർക്കോ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ അത് അവർ പരസ്യം, അല്ലെങ്കിൽ ഇതൊരു ജനങ്ങൾക്ക് കാണാൻ വിധത്തിൽ ടി വിയിൽ ലൈവ് പോകുന്ന വിധത്തിൽ പറയുന്ന ബ്രഹ്മദത്തിനെ ഒന്ന് ഇൻ്റർവ്യൂ നടത്തുക. കാരണം ഇത്രയും വലിയ വിവാദമുണ്ടായതാണ്. അതുകൊണ്ട് ബ്രഹ്മദത്തനോ നമ്പൂതിരിയോ മകനോ ഒന്നുമല്ല നമ്മുടെ വിഷയം. സുതാര്യമായില്ല. അത് ജനാധിപത്യ രാജ്യത്തെ ബ്രാഹ്മണർ തന്നെയാണ് അറിവ് പരിശോധിക്കേണ്ടേ എന്ന് വ്യവസ്ഥ വരുമ്പോൾ അത് പുറകോട്ട് നടക്കലാണ്. ആ സംവിധാനം ശരിയല്ല. അത് ജനാധിപത്യ സംവിധാനത്തും ഭരണഘടനാ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുന്നതാണ്. അതാണ് ഹൈന്ദവീകത എന്നുണ്ടെങ്കിൽ ഹൈന്ദവീകത എന്നും ചോദ്യചിഹ്നമായിട്ട് നിൽക്കും, പരിഹസിക്കപ്പെടും. ഈ കർമ്മബ്രാഹ്മണ്യമൊക്കെ വെറും കാറ്റിൽ പറത്താൻ കഴിയുന്ന വ്യവസ്ഥയാവും. അങ്ങനെയൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, ആ കുട്ടി എന്താ പറയുക, അതിൻ്റെ വ്യക്തിപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് അവരുടെ സ്വാഭാവിക സ്വഭാവശുദ്ധി ഒക്കെയുള്ള കുട്ടിയാണ്. പക്ഷെ മറിച്ച് തന്ത്രത്തിൽ അറിവുണ്ടോ നമുക്കല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഒരു വിശ്വാസം, വിശ്വാസം എന്നുള്ളത് ബ്രഹ്മദത്തനെ ശബരിമല തന്ത്രിയായിരിക്കാനുള്ള ഒരു യോഗ്യതയുണ്ടെന്നൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. അത് സുതാര്യമായിട്ട് എല്ലാവർക്കും ബോധ്യപ്പെടണമെങ്കിൽ ഈ 3 പേര് ഇരിക്കുകയാണെങ്കിൽ ഇവർ 3 പേരാ ചോദ്യം ചെയ്യുന്നത് വെച്ചാൽ അത് എല്ലാവർക്കും കാണുന്ന വിധത്തിൽ തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂ ഇന്നത്തെ എല്ലാ ഫുട്ബോൾ പോലും ലോക ഫുട്ബോൾ പോലും നമ്മൾ ടി വിയിൽ കണ്ടല്ല, ആ രീതിയിൽ കാണിക്കണം. അല്ലെങ്കിലോ വിവിധ സമുദായത്തിലുള്ള പ്രതിനിധികൾ തന്നെ വേണം അദ്ദേഹത്തെ ഇൻ്റർവ്യൂ നടത്തിയതിന് അറിവുണ്ടെന്ന് ബോധ്യപ്പെടാൻ. അല്ലാതെ ഉള്ളതൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇതിനു മുമ്പ് നമ്മൾ പോസ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ അത് അപ്പനും ഇളയപ്പനും സുഭദ്രയും കൂടി ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ കൂടിയിട്ട് അവർ ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. അത് തികച്ചും തെറ്റാണ്. അത് ബ്രഹ്മദത്തൻ തന്നെയാണ് സത്യത്തിന് വഴിയൊരുക്കുന്നത്. പിന്നെ രാജീവരുമാണ്. ഇനിയിപ്പോൾ അടുത്തതിപ്പോൾ വൈദ്യര് കൊണ്ടുവരണം എൻ്റെ മകൻ തന്ത്രിയാവട്ടെ. നമ്മൾ തന്നെ ദേവസ്വം ബോർഡാണ്, നമ്മൾ പറയുകയാണ് അടുത്ത എൻ്റെ മകൻ ദേവസ്വം ബോർഡ് തന്ത്രിയാവട്ടെ അവർ അംഗീകരിക്കും. അതൊന്നും ഇതുവരെ അംഗീകരിച്ചില്ല. ഇവരൊക്കെയാണ് തന്നെ ഇപ്പോഴും ഈ പറഞ്ഞ യോഗ്യത നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ശാന്തിക്കാർക്ക് കേവലം ഈ ലാസ്റ്റ് ഡേഡ് ക്ഷേത്രങ്ങളിൽ പോലും ശാന്തിക്ക് നിയമിക്കുമ്പോൾ കൃത്യമായി പരീക്ഷയും അതുപോലെ തന്നെ അതിനൊരു ഇൻ്റർവ്യൂ ബോർഡും യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഈ ബ്രഹ്മദത്തിനും അതൊക്കെ തന്നെ ആവശ്യമുണ്ട്. അല്ല ബ്രഹ്മദത്തിന് വേണ്ടാന്ന് പറഞ്ഞാൽ ഇന്നലത്തെ സ്മൃതി നിയമമാണ്. ബ്രാഹ്മണൻ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല. ബ്രാഹ്മണൻ്റെ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കേണ്ട ബ്രാഹ്മണർ തന്നെയാണ്. കർമ്മബ്രാഹ്മണനെയൊക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ, ഇവിടെ അത് കണ്ടില്ല. അതുകൊണ്ട് ആ വ്യവസ്ഥയ്ക്കെതിരാണ് നമ്മൾ ഈ വിഷയത്തെ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സുതാര്യമാകണം. അല്ലെങ്കിൽ നിയമപരമായിട്ട് കാര്യങ്ങളും പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. കാരണം ഇത് ഭരണഘടനാ മൂല്യങ്ങളുള്ള രാജ്യത്ത് ഇതിൽ സമുദായ അംഗങ്ങൾ ചേരേണ്ട, ആ സമുദായത്തിലെ അംഗത്തിന് ജോലി കൊടുക്കണം, അല്ലെങ്കിൽ അതിന് ഇൻ്റർവ്യൂ നടത്തുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സാമാന്യ ബോധവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് ഇത് മനസ്സിലാകും. എന്നിട്ട് നമ്പൂതിരി വിദ്വേഷമോ ബ്രാഹ്മണ സവർണ വിദ്വേഷമോ ഒന്നുമല്ല അതിന്. കാരണം ആ കുട്ടിക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് തന്നെ കിട്ടണം. ആ യോഗ്യത നിശ്ചയിക്കുന്നത് ജനാധിപത്യ മര്യാദകളോട് കൂടിയിട്ട് പ്രത്യേകിച്ച് ഹിന്ദു മഹത്വവുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയമാണ് ദേവസ്വം ബോർഡ്. അതിൽ തന്നെ ഹിന്ദു എന്ന് പറയുന്നത് ബ്രാഹ്മണ സമുദായം മാത്രമല്ലാത്തതുകൊണ്ടിരിക്കെ മറ്റു സമുദായത്തിലും വ്യക്തമായ അറിവുള്ള തന്ത്രിമാരുണ്ടായിരിക്കെ അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ കൂടി പങ്കാളിത്തത്തിൽ ഈക്വാലിറ്റിയോട് കൂടിയിട്ടുള്ള ആ ഒരു പരീക്ഷണമാണ് വേണ്ടിയിരുന്നത്. അതുണ്ടായിട്ടില്ല. ഇത് സ്വജനപക്ഷപാതപരമായിട്ടുള്ള അറിവില്ലാത്ത ഒരാളെ കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഇവർ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്.